എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് ആണ്. നമ്മൾ മറ്റൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ഓസിലേഷൻസ്. അപ്പോൾ ഓസിലേഷൻസ് അതിൽ എന്തൊക്കെയാണ് പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ സമയത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന, ആവർത്തിച്ചു വരുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ മോഷൻ വിച്ച് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ക്രമമായ ഇടവേളയ്ക്ക് ശേഷം ഇപ്പം ക്ലോക്കിലെ സൂചി, സെക്കൻഡ് സൂചി എന്ത് ചെയ്യും, 60 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ കറങ്ങി വരും അല്ലേ. അപ്പോൾ അതൊരു പീരിയോഡിക് മോഷൻ ആണ്. അല്ലെങ്കിൽ എർത്തിന്റെ റൊട്ടേഷൻ എന്താണ്, പീരിയോഡിക് മോഷൻ ആണ് അല്ലേ. അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രോങ്സിന്റെ വൈബ്രേഷൻ ഒരു പീരിയോഡിക് മോഷൻ ആണ്. ഒരു ക്രമമായ ഇടവേളയ്ക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യുക, അതൊക്കെ പീരിയോഡിക് മോഷൻ ആണ്. ഇനി അടുത്താണ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ അല്ലേ. അതായത് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് മോഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനെ ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കും. അപ്പം ഇൻ ദി കേസ് ഓഫ് എ പീരിയോഡിക് മോഷൻ, ഇഫ് ദി പാർട്ടിക്കിൾ വൈബ്രേറ്റ് ടു ആൻഡ് ഫ്രോ in the same path, then the motion is known as oscillatory motion അല്ലേ. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ അത് പീരിയോഡിക്കും ആണ്, ഓസിലേറ്ററിയും ആണ്. എന്നാൽ എല്ലാ പീരിയോഡിക് മോഷനും എന്താണോന്നില്ല, ഓസിലേറ്ററി മോഷൻ ആണോന്നില്ല. പക്ഷേ എല്ലാ ഓസിലേറ്ററി മോഷനും എന്തായിരിക്കും, പീരിയോഡിക് ആയിരിക്കും അല്ലേ. ഇപ്പം ക്ലോക്കിന്റെ സൂചിയുടെ മോഷൻ അത് പീരിയോഡിക് മോഷൻ ആണ്, പക്ഷേ ഓസിലേറ്ററി അല്ല. ഒരേ പാത്തിലൂടെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഓസിലേറ്ററി മോഷൻ. ഇപ്പോൾ ഊഞ്ഞാൽ അങ്ങോട്ട് പോയി അതേ വഴി തിരിച്ചു വരുന്നു അല്ലേ. പക്ഷെ സൂചി ഇങ്ങനെ കറങ്ങിയ സൂചി തിരിഞ്ഞാണോ കറങ്ങി വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത് പീരിയോഡിക് ആണ്, പക്ഷേ ഓസിലേറ്ററി അല്ല അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ, ഈസി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പീരിയഡ് ഓഫ് ആൻ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ. പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു സിമ്പിൾ പെൻഡുലം 20 ഓസിലേഷന് വേണ്ടി എത്രയാണ്, 1 മിനിറ്റ് എടുത്തു. അപ്പോൾ ഒരു ഓസിലേഷൻ എത്ര മിനിറ്റ് എടുത്ത് കാണും, അതായത് ആ ടൈം ബൈ 20 എന്ന് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയും ചെയ്യാം. ടൈം പീരീഡ് T is equal to ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. അപ്പം 20 ഓസിലേഷന് വേണ്ടി 1 മിനിറ്റ് എടുത്തെങ്കിൽ ഒരു ഓസിലേഷന് വേണ്ടി എത്ര മിനിറ്റ് എടുത്ത്, എത്ര ടൈം എടുത്ത് കാണും. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 60/20 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് 3 എന്ന് കിട്ടും അല്ലേ. അതായത് ഒരു ഓസിലേഷന് വേണ്ടി 3 സെക്കൻഡ് എടുത്ത് കാണും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ടൈം പീരീഡിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈം പീരീഡിന്റെ SI യൂണിറ്റ് എന്താണ്, സെക്കൻഡ്. SI യൂണിറ്റ് സെക്കൻഡ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സെക്കൻഡ്. ഇനി നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടാനുള്ളത് ഫ്രീക്വൻസിയാണ്. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നു, എത്ര ആവർത്തിച്ചു ഇല്ല, അതാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി F is equal to 1/ടൈം പീരീഡ്. ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി F എന്ന് എഴുതാം, ന്യൂ എന്ന് എഴുതാം. ന്യൂ is equal to 1/T എന്ന് എഴുതാം അല്ലെ. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹെഡ്സ് ആണ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹെഡ്സ്, HZ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ മറ്റൊരു യൂണിറ്റ് നമുക്ക് എഴുതാൻ, ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് എന്നല്ലേ. ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് മുകളിൽ ചെന്ന -1 ഇങ്ങനെ നമുക്ക് ഇതിന്റെ SI യൂണിറ്റ് എടുക്കാം. അപ്പൊ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ ഒരു ആംഗുലാർ ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ തന്നെയാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ is equal to 2π/T. ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഒമേഗ is equal to 2π/T. മോഷനെ പ്ലെയിനകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. T 1/Tക്ക് വരും ഫ്രീക്വൻസി F കൊടുക്കുക. അപ്പോൾ ഒമേഗ is equal to 2πf. അപ്പോൾ ഈ ചാപ്റ്ററിലൊക്കെ ഇക്വേഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. ഒമേഗ is equal to 2πf. അതുപോലെ തന്നെ ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, റേഡിയം പെർ സെക്കൻഡ്. ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രത്യേകത എന്ന് നോക്കാം. അപ്പം ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് സെറ്റ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇറ്റ് വൈബ്രേറ്റ്സ് സച്ച് എ വേ ദാറ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദാറ്റ് ഫിക്സ്ഡ് പോയിന്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ, ഇപ്പം ഒരു സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ എന്താണെന്ന് അറിയാവോ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം അല്ലേ. എന്ന് പറഞ്ഞാൽ
കൂടുതൽ നീങ്ങുമ്പോൾ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ്, തിരിച്ചുള്ള ഫോഴ്സ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് എപ്പോഴും ഒരു ഫിക്സ്ഡ് പോയിന്റിലേക്കും ആയിരിക്കണം അല്ലേ. ഇപ്പം നമ്മളൊരു സിമ്പിൾ പെനിൽ ഓസിലേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണ്, സിമ്പിൾ പെനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അപ്പം എന്തുകൊണ്ടാണ് അങ്ങോട്ട് ഓസിലേറ്റ് ചെയ്ത സിമ്പിൾ പെനിലും തിരിച്ചു വരാൻ കാരണം? ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഉള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ എത്തുമ്പോൾ ഉള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അത് മാത്രമല്ല ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്, പക്ഷേ ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പൊ അതാണ് ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് അല്ലെ. പിന്നെ ഈ ഫോഴ്സ് എപ്പോഴും ഒരു ഫിക്സ്ഡ് പോയിന്റിലേക്ക് ആയിരിക്കണം. ശരിയാണ്, അങ്ങോട്ട് സിമ്പിൾ പെനിലും പോകുമ്പോൾ ഈ ഫിക്സ്ഡ് പോയിന്റിലേക്കാണ് ഈ ഫോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ ചെല്ലുമ്പോഴും ഈ ഫിക്സ്ഡ് പോയിന്റിലേക്കാണ് ഫോഴ്സ്. ഈ ബോബ് ഇവിടെ വരുമ്പോഴും ഈ ഫിക്സ്ഡ് പോയിന്റിലേക്കാണ് ഫോഴ്സ്, ഇവിടെ വരുമ്പോഴും ഈ ഫിക്സ്ഡ് പോയിന്റിലേക്കാണ് ഫോഴ്സ് അല്ലെ. അപ്പം ഒരു പാത്തിലൂടെയാണ് എപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അല്ലെ. അപ്പം എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ അതിന്റെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. എവിടെ നിന്നുള്ള, അതായത് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഫോഴ്സ് എപ്പോഴും ആ ഫിക്സ്ഡ് പോയിന്റിലേക്ക് ആയിരിക്കണം. ഇത് രണ്ടുമാണ് ഇതിന്റെ കണ്ടീഷൻ. അപ്പം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, പിന്നെ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. മൈനസ് സൈൻ കാണിക്കുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അതാണ് ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉള്ള രണ്ട് കണ്ടീഷൻ എക്സാമിന് ചോദിക്കാം. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉള്ള രണ്ട് കണ്ടീഷൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. പിന്നെ ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടല്ല തിരിച്ചുകൊണ്ട്, എന്നാലേ തിരിച്ചു വരത്തുള്ളൂ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങ് ഓസിലേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ. ഇത് അങ്ങ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓസിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. തിരിച്ചു വരണമെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് വേണം. അപ്പോൾ അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ. SHM എന്നാണ് അതിനെ ഷോർട്ട് ഫോം എഴുതുന്നത് അല്ലേ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കണമെങ്കിൽ ഇങ്ങനെയാണ് എന്റെ കണ്ടീഷൻ. When an object set to execute simple harmonic motion, it vibrates such a way that അല്ലേ force acting on the particle is directly proportional to the displacement from a fixed point in its path and always directed towards that fixed point അല്ലേ. ആ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഈ ഫോഴ്സ് എപ്പോഴും ആ ഫിക്സ്ഡ് പോയിന്റിലേക്ക് തന്നെയും ആയിരിക്കും. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള കണ്ടീഷൻ. അപ്പം എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കെ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. കെ ആണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള കണ്ടീഷൻ. ഇതിന്റെ കണ്ടീഷൻ ഈ എക്സാമിന് ചോദിക്കാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പ്രൊപ്പോർഷണൽ ആയിരിക്കണം, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്താകും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവും. ഇനി രണ്ട് രീതിയിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് മാറുന്നത്, ഇത്ര ആംഗിൾ ആണ് മാറുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. എന്നാൽ നമ്മളൊരു സ്പ്രിങ് എടുത്തിട്ട് അതിന്റെ അറ്റത്ത് ഒരു മാസമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് സർഫസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുന്നു. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അതും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. പക്ഷേ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയിറ്റ് ലൈനിലല്ലേ, അതുകൊണ്ട് അതിനെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ആംഗിളിന്റെ ടേംസിലാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിലൊക്കെ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ സ്പ്രിങ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ കൺസിഡർ ചെയ്യാം. അപ്പം ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു സ്പ്രിങ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ എൻഡിൽ ഒരു മാസും ഉണ്ട്. ഒരു സ്മൂത്ത് സർഫസിലൂടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ ആണ് O. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത് X എന്ന് പറയുന്ന പൊസിഷനിൽ വന്നു, ഇപ്പുറത്തോട്ട് X' എന്ന് പറയുന്ന പൊസിഷനിൽ വന്നു. ഇതിനിടയ്ക്ക് ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു പർട്ടിക്കുലർ സമയത്ത് അയാൾ വന്ന് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്, സ്മോൾ എക്സ് എന്ന് പറയുന്നത്. ഞാൻ മറ്റേത് ക്യാപിറ്റൽ എക്സ് ആണ് എഴുതില്ലേ, എക്സും എക്സ് ഡാഷും അല്ലെ. അത് എക്സ്ട്രീം പൊസിഷൻസ് ആണ്, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക സമയത്ത് വന്നപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇത് വന്നു അല്ലെ. അല്ലെങ്കിൽ ഞാൻ ആ പോയിന്റിനെ പി എന്ന് മാർക്ക് ചെയ്തു, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോ അനുസരിച്ച് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ അനുസരിച്ച് എഴുതാം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്.
ദെൻ എഫ് ഈസ് ഈക്വൽ ടു -x അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വന്നു, കെ ഇൻറ്റു എക്സ്. കെ എന്ന് പറയുന്നതാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സംഭവം തന്നെയാണ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഒരു സ്പ്രിങ്ങിന്റെ കേസൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലേ. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM എന്നില്ല. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു -kx. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ma എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാം അല്ലെ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ma. a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി എന്താണ്? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു dx/dt അല്ലെ. പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത വെലോസിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വേണ്ടത്, അതുകൊണ്ടാണ് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു ഈ വിക്ക് വരാൻ dx/dt ചേർക്കാം. അപ്പം d/dt ഓഫ് dx/dt അല്ലെ എന്ന് പറഞ്ഞാൽ dx/dt d/dt കൊണ്ട് അല്ലെങ്കിൽ അതേ എന്തോന്ന് വെച്ച് ടൈമിനനുസരിച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിയും d² ആവും, d²x/dtയും dt² അല്ലെ. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ അല്ലെ. ഇതാണ് d²x/dt². നിങ്ങൾ മാത്സിനകത്ത് പഠിക്കുന്നതാണ്. ഇതിന്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ വെലോസിറ്റി കിട്ടും, ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷന് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F ഈസ് ഈക്വൽ ടു m ഇൻറ്റു d²x/dt² അല്ലെ. ഇവനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇയാളെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്നും വിളിക്കാം. ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫോഴ്സ് ആണ്, ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡും ഫോഴ്സ് ആണ്. അപ്പൊ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. ദെൻ ഇതിന്റെ റൈറ്റ് സൈഡ് m ഇൻറ്റു d²x/dt² ഈക്വൽ ടു ഇതിന്റെ റൈറ്റ് സൈഡ് -kx എന്നായി അല്ലെ. ഈ -kx ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ +kx ആവും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ m കൊണ്ട് അപ്പുറത്തോട് ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം അല്ലെ. ദെൻ d²x/dt² ഈസ് ഈക്വൽ ടു -k/m ഇൻറ്റു x. ഈ m കൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്തു. ദെൻ ഇതും കൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പം d²x/dt² പ്ലസ് kx/m ഈക്വൽ ടു 0 അല്ലെ. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, k/m അതിനെ ω² എന്ന് വിളിക്കുക. അതാണ് ഫോഴ്സ് ലോ. k/m ഈസ് ഈക്വൽ ടു ω². അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ആവും, d²x/dt² പ്ലസ് ω²x ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ കാണിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കാണിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമിന് എഴുതാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. d²x/dt² പ്ലസ് ω²x ഈസ് ഈക്വൽ ടു 0. ഈ ഒമേഗയാണ് ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി ആണ് ഒമേഗ. അപ്പം ω² ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ω² ഈസ് ഈക്വൽ ടു k/m. അപ്പൊ ω ഈസ് ഈക്വൽ ടു √k/m എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എക്സിനൊരു വാല്യൂ കിട്ടും അല്ലെ. നമ്മൾ പോളിനോമിയലൊക്കെ സോൾവ് ചെയ്യുമ്പോൾ എക്സിനൊക്കെ വാല്യൂ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിനൊരു വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ ആണ് a cos ωt+5. എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ് ഇല്ലേ. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം എവിടം വരെ പോകും, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മെയിൻ പൊസിഷനിൽ. പിന്നെ കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്, ഫൈ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ആംഗിൾ, ഇനിഷ്യൽ ഫേസ് ആണ്, ആദ്യത്തെ ആംഗിൾ ആണ്. ഇനിഷ്യൽ ഫേസ് 0 ആണെങ്കിൽ ഫൈക്ക് വരാൻ 0 എന്ന് കൊടുക്കുക. ഈ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ ആംഗിൾ ആണ് ഫൈ ചിലപ്പം 0 ആണെങ്കിൽ 0 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വാല്യൂ ആണ് ഈ എഴുതി. ഇത് നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു ഓസിലേഷൻ നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് അറിയാൻ ആ ടൈമിന്റെ വാല്യൂ ഇവിടെ ടിയിൽ കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. ഇതാണ് അതിന്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചു വെച്ചേക്കണം അല്ലേ. അപ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇക്വേഷൻ തരും, എക്സ് ഈസ് ഈക്വൽ ടു 2.5 കോസ് ωt+5 വരും 3π
t പ്ലസ് 2π എന്നൊക്കെ തരും. അപ്പോൾ നമ്മളിത് തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതണം. അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് 2.5, ഒമേഗയുടെ സ്ഥാനത്ത് 3π അല്ലേ, ഫൈയുടെ സ്ഥാനത്ത് 2π ഇല്ലേ, ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചെഴുതി പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ജനറൽ ഫോമും പുറത്ത് വെച്ചിരിക്കണം. അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോർഷൻ നോക്കാം. അതായത് യൂണിഫോം സർക്കുലർ മോഷൻ. അതായത് യൂണിഫോം സർക്കുലർ മോഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അല്ലേ. പക്ഷേ ഈ യൂണിഫോം സർക്കുലർ മോഷനെ നമ്മൾ ബേസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ മോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ നിഴലൊക്കെ നിങ്ങൾ നോക്കി അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ മോഷനെ നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലേ, ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എന്തിന് എക്സാമ്പിളാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഇതിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കും ഒരു യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണ്. അതെ, അതിന്റെ ബേസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇല്ലേ, ഇതൊരു മോഷനാണ്. അപ്പോൾ ഇതിന്റെ ആക്സലറേഷനും വെലോസിറ്റിയും ഒക്കെ കാണും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, വെലോസിറ്റി ഓഫ് SH, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എന്താണ്? വെലോസിറ്റിയാണ്. നമുക്കറിയാം അതിന്റെ പൊസിഷൻ ഇക്വേഷൻ കിട്ടി x ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വേണമെങ്കിൽ x ഓഫ് t എന്നൊക്കെ എഴുതാം, a cos ഒമേഗ t പ്ലസ് 5. ഇതാണ് പൊസിഷൻ ഇക്വേഷൻ. പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലേ വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുക dx/dt അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് ഇതാണ് x, a cos ഒമേഗ t പ്ലസ് 5 അല്ലേ. നമ്മൾ നോക്കുമ്പോൾ അറിയാം ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ട, അവനെ വെളിയിൽ കൊണ്ടുവന്നു അല്ലേ. d/dt ഓഫ് cos ഒമേഗ t പ്ലസ് 5 അല്ലേ. കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ കിട്ടും അല്ലേ. ദെൻ a ഇൻറ്റു, അപ്പോൾ മൈനസ് സൈൻ വന്നു, സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇനി നമ്മൾ ഇതിന്റെ ഇന്നർ ഡെറിവേറ്റീവ് എടുക്കണം, കാരണം ഒമേഗ ടി പ്ലസ് 5 കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്തായാലും 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 വരും. പക്ഷേ ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഒമേഗ ടി. അപ്പോൾ 2x ഡിഫറൻഷിയേറ്റ് ചെയ്ത് x കിട്ടുമെന്ന് പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ 2t ഡിഫറൻഷിയേറ്റ് ചെയ്ത് t കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒമേഗ കിട്ടും, വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒമേഗ കിട്ടും അല്ലേ. ദെൻ ഇൻറ്റു ഒമേഗ അല്ലേ. അപ്പം വെലോസിറ്റി v is equal to മൈനസ് a ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പം ഇങ്ങനെ എഴുതാം. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ ആക്സിലറേഷൻ കൂടെ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ. ഒന്നുമില്ല, ഈ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആക്സിലറേഷൻ കിട്ടും. Then acceleration is equal to dv/dt അല്ലേ. അതായത് ഈ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ദെൻ d/dt ഓഫ് വെലോസിറ്റിയുടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക മൈനസ് a ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. ഇനി എയും ഒമേഗയും ഒക്കെ കോൺസ്റ്റന്റ്, അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് a ഒമേഗ d/dt ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും അല്ലേ. സൈൻ ഒമേഗ ടി പ്ലസ് 5, അതായത് സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത കോസ് ഒമേഗ ടി. ദെൻ മൈനസ് a ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇനി ഈ കോസ് ഒമേഗ ടി പ്ലസ് 5നെയും കൂടെ നമുക്ക് സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് 5യെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 വരും, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഒമേഗ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻറ്റു ഒമേഗ എന്ന് വരും. Then a is equal to minus a omega into omega omega square cos omega t plus 5. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നോക്കി a cos omega t plus 5. a cos omega t plus 5 എന്ന് പറഞ്ഞാൽ x അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പോൾ അതിന് ഒരു x എന്ന് കൊടുക്കുക. അപ്പം a is equal to മൈനസ് ഒമേഗ സ്ക്വയർ x അല്ലെങ്കിൽ x ഓഫ് t എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം, അല്ലെങ്കിൽ നോക്കി അറിയാം മാക്സിമം ആക്സിലറേഷൻ ആണ് a ഒമേഗ സ്ക്വയർ. അപ്പം a മാക്സിമം ആക്സിലറേഷൻ
എ ഒമേഗ സ്ക്വയർ ആണ്, മൈനസ് എ ഒമേഗ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതും. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? കാരണം സൈൻ്റെയോ കൊസൈൻ്റെയോ ഇക്വേഷൻ വരുമ്പോൾ സൈനും കൊസൈനും മുന്നിൽ കിടക്കുന്നത് അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. കാരണം കോസ് ആണെങ്കിലും സൈൻ ആണെങ്കിലും മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിന്റെ മാക്സിമം വാല്യൂ 1 വന്നാൽ പിന്നെ എ ഒമേഗ സ്ക്വയർ അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ മാക്സിമം ആക്സിലറേഷൻ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാക്സിമം വെലോസിറ്റി എടുക്കാം. അതായത് സൈൻ ഒമേഗ ടി പ്ലസ് 5, ഈ സൈൻ്റെ വാല്യൂ മാക്സിമം 1 ആണ്. ഇയാൾ 1 പോയി കഴിഞ്ഞാൽ ബാക്കി ആര് വരും? അപ്പോൾ അതുകൊണ്ട് വി മാക്സിമം വെലോസിറ്റി മൈനസ് എ ഒമേഗ ആണ്. ഈ കാണുന്നതാണ് മാക്സിമം വെലോസിറ്റിയെ കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ എക്സാമിന് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. മാക്സിമം വെലോസിറ്റിയും മാക്സിമം ആക്സിലറേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ മാക്സിമം വെലോസിറ്റിക്ക് എ ഒമേഗ എന്ന് ചെയ്താൽ മതി, മറ്റേത് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് ചെയ്യണം, സോറി എ ഒമേഗ സ്ക്വയർ എന്ന് ചെയ്യണം അല്ലേ, മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം അല്ലേ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനിയും പഠിക്കാനുള്ള ഒരു ഗ്രാഫാണ്, അതായത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അല്ലേ. നമ്മളിപ്പം ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്ന ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതും അല്ലേ. ഇതിപ്പം വൈ ആക്സിസിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതും അല്ലേ. ദെൻ അതുപോലെ തന്നെ എന്താണ്, ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എ ഒമേഗ കോസ് മാറി സൈൻ ആവും, സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. അപ്പം ഡിറൈവ് ചെയ്താൽ അതുപോലെ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഒരു ഒമേഗയും കൂടെ വരും. അപ്പം മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ മാറി വീണ്ടും അത് കോസ് ആവും, കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലേ. ഇതാണ് ആക്സിലറേഷൻ, പൊസിഷൻ, വെലോസിറ്റി, ഇതിന്റെ മൂന്നിന്റെ ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നോക്കാം. ആദ്യം നമുക്ക് പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാം, പൊസിഷൻ അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആംഗിൾ മാർക്ക് ചെയ്യാം 0, π/2, π, 3π/2 എന്ന് പറഞ്ഞാൽ 270, പിന്നെ 2π, ഇങ്ങനെയാണ് ആംഗിൾസ് മാർക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ എഴുതുക, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എടുക്കുക. ആദ്യം എന്താണ് ഇനിഷ്യൽ ആംഗിൾ 0 അങ്ങ് എടുക്കുക, 5 0 എടുക്കുക. ഈ ഒമേഗ ടിക്ക് അല്ലെങ്കിൽ ഈ ആംഗിളിന് ഫുൾ കോസ് ഒമേഗ ടി എന്നുള്ള ഈ ആംഗിളിന് ഫുള്ള് 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ആംഗിൾ 0 ആയി കഴിഞ്ഞാൽ കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പം 1 × a എന്ന് പറഞ്ഞാൽ a വരും. അപ്പം 0 ആംഗിളിന് a ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് കോസിന് π/2 കൊടുക്കുക. കോസ് π/2 0 ആണ്, എല്ലാം 0 ആയിപ്പോൾ. അപ്പം ഗ്രാഫ് ഇങ്ങനെ വരും, ഇവിടെ വരും. ഇതിൻ്റെ ഇടയ്ക്ക് വാല്യൂസ് ഉണ്ട്, എല്ലാം വരയ്ക്കുന്നില്ല. പിന്നെ പൈ, കോസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ. അപ്പോൾ -1 × a എന്ന് പറഞ്ഞാൽ -a എന്ന് വരും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ -a വരും ഇവിടെ. അടുത്തത് കോസ് 3π/2 0 ആണ്, അപ്പോൾ അത് 0 ആയി വരും അല്ലേ. ഇനി അടുത്തത് കോസ് 2π, കോസ് 2π എന്ന് പറഞ്ഞാൽ +1 ആണ്. അപ്പോൾ 1 × a എന്ന് പറഞ്ഞാൽ a എന്ന് വരും. അപ്പോൾ വാല്യൂ അല്ലെങ്കിൽ ഗ്രാഫ് ഇവിടെ വരും a. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷനെ കാണിക്കുന്ന ഗ്രാഫ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെലോസിറ്റിയെ കാണിക്കുന്ന ഗ്രാഫ് വരയ്ക്കും. വെലോസിറ്റി, അപ്പോൾ വെലോസിറ്റിയെ കാണിക്കുന്ന ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റിയിൽ ആദ്യം ഇത് ആംഗിൾ കൊടുക്കുക 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ 0 ആയിപ്പോൾ സൈൻ 0 അപ്പോൾ ഇവിടെ വരും. ഇനി അടുത്തത് π/2 കൊടുക്കുക. സൈൻ π/2 1 ആണ്, പക്ഷേ ഈ മൈനസോടെ വരുമ്പോൾ -1 ആവും, -a ഒമേഗ എന്ന് വരും. അപ്പോൾ ഞാൻ അതിനെ ഇവിടെ മാർക്ക് ചെയ്തു, -a ഒമേഗ, ഇതാണ് -a ഒമേഗ. അപ്പോൾ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വന്നു. ഇനി അടുത്തത് പൈ എന്ന് കൊടുക്കുക. സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്, അപ്പോൾ ഫുൾ 0 ആയിപ്പോയി. അടുത്തത് 3π/2. സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. ഇത് -1 വരും, -1 × -1 +1 ആവും. അപ്പം +a ഒമേഗ എന്നാവും. അപ്പോൾ +a ഒമേഗ. അപ്പോൾ അതിന് നേരെ ഇവിടെ മാർക്ക് ചെയ്യാം. 2π, അതായത് സൈൻ 2π 0 ആണ്, അപ്പോൾ ഫുൾ 0 ആയി. അപ്പോൾ ഇതാണ് എന്തിനെ കാണിക്കുന്ന ഗ്രാഫ്? വെലോസിറ്റിയെ കാണിക്കുന്ന ഗ്രാഫ്. ഇത്രയേ ഉള്ളൂ. ഈ ഗ്രാഫിലെ ഈ ആംഗിളുകൾ ഈ ഇക്വേഷനോട്ട് കൊടുക്കുക, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അടുത്ത ആക്സിലറേഷനെ കാണിക്കുന്ന ഗ്രാഫ്.
ആക്സിലറേഷനെ കാണിക്കുന്ന ഗ്രാഫ്. ഈ ആംഗിളുകൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ 0. അപ്പം cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആവും, മൈനസ് എ ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വരയ്ക്കാം മൈനസ് എ ഒമേഗ സ്ക്വയർ. ഈ വാല്യൂ എന്ന് വെച്ചാൽ മൈനസ് എ ഒമേഗ സ്ക്വയർ. ദെൻ ഇനി അടുത്തത് π/2. cos π/2 0 ആണ്. അപ്പം ഗ്രാഫ് കയറി ഇവിടെ വരും. ഇനി അടുത്തത് പൈ. cos π എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഈ മൈനസ് ഇടാകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് എ ഒമേഗ സ്ക്വയർ ആവും. അപ്പം പ്ലസ് ആയതുകൊണ്ട് മുകളിൽ വരും. അപ്പം നമുക്കിതിന് നേരെ എ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് എ ഒമേഗ സ്ക്വയർ. ഇനി അടുത്തത് 3π/2. cos 3π/2 0 ആണ്. അപ്പോൾ അവിടെ ഇവിടെ വരും. അടുത്തത് cos 2π. cos 2π +1 ആണ്. ഇത് +1 വരും, പക്ഷേ ഇൻറ്റു മൈനസ് ആകുമ്പോൾ മൈനസ് ആവും, മൈനസ് എ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇതാണ് മൈനസ് എ ഒമേഗ സ്ക്വയർ, ഇത് നേരെ വരും. അപ്പോൾ ഇതാണ് പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതിനെ കാണിക്കുന്ന ഗ്രാഫ്. ഇത് എക്സാമിന് പലപ്പോഴും വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ പോക്ക് നിങ്ങൾ നോക്കി, കോസിലാണ് തുടങ്ങിയത്, പിന്നെ അത് സൈനായി, പിന്നെയും കോസായി, ബാക്കി രണ്ടിനും മൈനസ് സൈൻ ഉണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ കേസ്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, പൊസിഷൻ മാക്സിമം, അപ്പോൾ വെലോസിറ്റി 0, ആക്സിലറേഷൻ മാക്സിമം അല്ലേ. ഇപ്പോൾ ഒരു സിമ്പിൾ പെനിൽ ഓസിലേറ്റ് ചെയ്യുക, പൊസിഷൻ മാക്സിമത്തിൽ ചെന്ന് അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0. അപ്പോഴായിരിക്കും ആക്സിലറേഷൻ മാക്സിമം, കാരണം അടുത്ത സെക്കൻഡ് ഭയങ്കര വെലോസിറ്റി താഴോട്ട് വരാൻ പോകണം. ആക്സിലറേഷൻ മാക്സിമം ആണ്. വെലോസിറ്റിയുടെ ചേഞ്ച് അല്ലേ ആക്സിലറേഷൻ. 0-ൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുവാണ്. അപ്പോൾ അതാണ് ആക്സിലറേഷൻ മാക്സിമം എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ 0 എന്ന് പറഞ്ഞാൽ, പൊസിഷൻ 0 എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ വന്നു. ഇവിടെ പൊസിഷൻ 0 ആണ്. അപ്പം വെലോസിറ്റി മാക്സിമം. നമ്മളിപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ ആട്ടുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മീൻ പൊസിഷനിലൂടെ വരുമ്പോഴായിരിക്കും ഊഞ്ഞാലിന് വെലോസിറ്റി കൂടുതൽ. അതാണ്. അപ്പോൾ ആക്സിലറേഷൻ 0, കാരണം മാക്സിമം വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റിയുടെ ചേഞ്ച് ആയ ആക്സിലറേഷൻ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെയാണ് വേരിയേഷൻ പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡിലൊക്കെ ആണെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ ചെല്ലുമ്പോൾ അവിടെ വെലോസിറ്റി 0 ആയിരിക്കും. ഊഞ്ഞാലാടുന്ന ഓർത്താൽ മതി, എക്സ്ട്രീം പൊസിഷൻ ചെല്ലുമ്പോൾ വെലോസിറ്റി 0, അവിടെ ആക്സിലറേഷൻ മാക്സിമം. മീൻ പൊസിഷനിലൂടെയാണ് നല്ല വെലോസിറ്റി, അപ്പം പൊസിഷൻ 0, ആക്സിലറേഷൻ 0 അല്ലേ. അപ്പോൾ അങ്ങനെ, അതായത് പൊസിഷൻ്റെയും ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ കോസാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് രണ്ടും ഒരുപോലെയാണ് പോകുന്നത്, പക്ഷേ വെലോസിറ്റി മാത്രം സൈനാണ്. അപ്പം പൊസിഷനും ആക്സിലറേഷനും, പൊസിഷൻ 0 ആകുമ്പോൾ ആക്സിലറേഷനും 0 ആവും, പൊസിഷൻ മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷനും മാക്സിമം ആവും. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് പറയുന്നത്, വെലോസിറ്റി വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ എനർജിയാണ്. എനർജി എന്താണെന്ന് നോക്കാം. എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്ത ടോട്ടൽ എനർജി കിട്ടും. അപ്പം ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി K is equal to, then കൈനറ്റിക് എനർജി K is equal to half mv² എന്നാണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി V is equal to -a omega sin omega t plus phi എന്നാണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ K is equal to half m into വിക്ക് പകരം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം v² വരുമ്പോൾ ഈ മൈനസ് ഒക്കെ പോകും. a² omega² sin² omega t plus phi എന്നൊരു ഇക്വേഷൻ അല്ലേ. ഇനി നമുക്കറിയാവുന്നതാണ്, തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയാണ്, അതായത് അല്ലെങ്കിൽ K/m is equal to omega². K/m ന് വരെ omega² എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m into omega², ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ K is equal to m into omega² ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷനകത്തിലും m into omega² ഉണ്ട്. അപ്പോൾ അതിന് വരെ K എന്ന് കൊടുക്കണം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറന്നുപോയാൽ നമ്മുടെ ഈ ഡെറിവേഷൻ ആകെ തെറ്റും. ദെൻ അപ്പം കൈനറ്റിക് എനർജി K is equal to half into m into omega² പകരം K, പിന്നെ a² sin² omega t plus phi. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ സ്പ്രിങ്ങിന്റെ ഒക്കെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ, U is equal to half kx². ആ ഇക്വേഷൻ തന്നെ എടുക്കുക അല്ലേ. അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ്ങിന്റെ ഒക്കെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ തന്നെ നമ്മൾ എടുക്കുക. ദെൻ x², x എന്ന് പറയുന്നത് a cos omega t plus phi ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ U is equal to half into k into ഇതിനെ സ്ക്വയർ ചെയ്യണം, a² cos² omega t plus phi. ഇങ്ങനെ ഇക്വേഷൻ.
ഇനി ഈ രണ്ട് എനർജിയും കൂടെ കൂട്ടിയ ടോട്ടൽ എനർജി കിട്ടും. ദെൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ദെൻ കൈനറ്റിക് എനർജി ഇതാണ് ഹാഫ് കെ എ സ്ക്വയർ സൈൻ, ഇവിടെ സൈൻ സ്ക്വയർ ഉണ്ട്, സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. ദെൻ പ്ലസ് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ഹാഫ് കെ എ സ്ക്വയർ കോമൺ ആണ് രണ്ടെണ്ണം, അത് പുറത്തെടുക്കുക. ദെൻ ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ കോമൺ, ബാക്കി സൈൻസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതങ്ങ് 1 ആയിട്ട് പോയി. ദെൻ ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതാണ് ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പം നിങ്ങൾ നോക്കി അറിയാം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടോട്ടൽ എനർജി, ഇതിനകത്ത് ഈ ടൈമോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് അല്ലേ. ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് എന്തൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. എനർജി ലോസും ഇല്ല ഗെയിനും ഇല്ല അല്ലേ. എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിനെയും കെ ഫോഴ്സ് കോൺസ്റ്റന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി എനർജിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫോട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഊഞ്ഞാലിൻ്റെ ഒക്കെ ഓസിലേഷൻ അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള സ്പ്രിങ്ങിന്റെ ഗ്രാഫ് പോലെ തന്നെയാണ് കിട്ടും എനർജി അല്ലേ. എനർജിയും അതുപോലെ തന്നെ അതിന്റെ പൊസിഷനും കൂടെ വരയ്ക്കുന്ന ഗ്രാഫ് അല്ലേ. അപ്പോൾ ഒരു എന്താണ് ഒരു ഊഞ്ഞാൽ എങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ എന്താണ് പൊസിഷൻ മാക്സിമം ആണ്, പക്ഷേ വെലോസിറ്റി 0 ആണ്. അപ്പം കൈനറ്റിക് എനർജി എന്താവും 0 ആവും അല്ലേ. അപ്പോൾ അതാണ് എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0 വരും. അപ്പോൾ ഇവിടെയും കൈനറ്റിക് എനർജി 0 വരും. അപ്പോൾ ഇതിനെ ഞാൻ പ്ലസ് എക്സ് എന്നും ഇതിനെ ഞാൻ മൈനസ് എക്സ് എന്നും കൊടുക്കും അല്ലേ. എക്സ്ട്രീം പൊസിഷനിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇതിന്റെ സെന്ററിൽ എത്തുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ എത്തുമ്പോഴായിരിക്കും കൈനറ്റിക് എനർജി മാക്സിമം അല്ലെ. ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൈനറ്റിക് എനർജിയെ കാണിക്കുന്ന ഗ്രാഫാണിത്. ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷനിൽ 0 ആയിരിക്കും അല്ലേ. മുകളിലോട്ട് പോകുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. പൊട്ടൻഷ്യൽ എനർജി ഇതാണ് ടോട്ടൽ എനർജി. ഈ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും കൺസർവ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ എനർജി എല്ലാം സെയിം ആയിരിക്കും. ടോട്ടൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും. ഇതാണ് അതിന്റെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. ഇത് നമുക്ക് മറ്റൊരു രീതിയിലൂടെ പറയാം. ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ വരയ്ക്കാം. അതായത് മീൻ പൊസിഷൻ. അപ്പം മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ഇങ്ങനെ വേരി ചെയ്ത് പോകും അല്ലേ. അപ്പൊ ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കാരണം മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം വരും. ഇതാണ് കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് വരയ്ക്കാം. അപ്പം ഇത് ടോട്ടൽ എനർജി ആയിരിക്കും കാണിക്കുന്നത്. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും ടോട്ടൽ എനർജി അല്ലെ. ഇത് ഡിഫറെന്റ് ഹൈറ്റിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. അതായത് ഇത് ഇച്ചിരൂടെ ഞാൻ കയറ്റി വരച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി കൺസർവ്ഡ് അല്ലെന്നാണ് അതിന്റെ. അപ്പൊ ഈ എനർജിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ.